പഠിക്കണ എന്താ പോത്തിനെയും കൊണ്ട് വെള്ളം ഇന്ന് സ്പെഷ്യലാണ് കേട്ടോ കഴിക്കാൻ. അതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് കാണിക്കാം. അതാ ഞങ്ങളുടെ കൂടെ ഒരു അപ്പൂപ്പനും വരുന്നുണ്ട് വടിയൊക്കെ കൊണ്ട്. എന്താ മിക്കു ഹായ് ഗായ്സ് പറ. മിക്കു ഹായ് ഗായ്സ് പറ. പോത്ത് പാടത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കവർ താ ഞാൻ പിടിക്കാം. താ ഗൈസ്. അപ്പോൾ നമ്മുടെ പോത്ത് ആദ്യം നമ്മളുടെ മുമ്പ് പോയിട്ടുണ്ടാവും. അതാ അവരവിടെ കഴിഞ്ഞുള്ളൂ. അവർ നേരെ നമ്മളിവിടെ എത്തുമ്പോഴേക്കും അവർ അവിടെ എത്തിയിട്ടുണ്ടാവും ഗൈസ്. അതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോത്ത് ജീവിതം വ്ളോഗ് ഇവിടെ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ചെറിയ കുപ്പി നോക്കി എടുത്തിരിക്കണം, വലിയ കുപ്പി എടുക്കാണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിത് പോവുകയാണ് കേട്ടോ. ഏത് പാടത്തേക്ക് വിടണമെന്നൊന്നും അറിയില്ല. അവർ അവൻ്റെ സ്ഥിരം മേയുന്ന സ്ഥലത്ത് പോയി മേയും. എന്നാലും നമ്മളൊരു എൻഡിൽ പോയിട്ട് പിന്നെ അതോ അവർ പോകുന്നുണ്ട്. ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതോ അവർ ആ പാലത്തിൻ്റെ അവിടെ എത്തി. എനിക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്, ക്യാമറയിൽ കാണുന്നില്ല തോന്നുന്നു. അതാ കണ്ട മിക്കൂസ് മാങ്ങ വേണം പറയും. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഉണ്ട് ഗൈസ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ അതൊക്കെ കൊണ്ടാണ് പോണത്. കാരണം ഇന്നലെ പാടത്ത് പോയിട്ട് സത്യം പറഞ്ഞാൽ കുറേ നേരം നമ്മൾ ഇരുന്ന് കളിച്ച് ഓടിയൊക്കെ ചെയ്തപ്പോൾ നന്നായി വിശന്നു കേട്ടോ. വിശക്കെ പറഞ്ഞാൽ ശരിക്കും വിശന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു നമുക്ക് ആ സാധനം മേടിച്ചിട്ട് വേണം നാളെ എന്തായാലും വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ അതും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ മിക്കൂസ് ഇനി അവനെടുത്തോ, എടുക്കടി അവനെ. ആ പോത്ത് ഇവിടെ മേഞ്ഞ് ഇപ്പോൾ നേരെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വണ്ടി പിന്നെ വെള്ളപ്പിടിയിടി. അവളുടെ നിന്ന് കുപ്പി വാങ്ങിച്ച് പിടിയടാ ആരെങ്കിലും. അവള് കുപ്പിയും പിടിച്ചിട്ടാണ് ഓടണത്. അപ്പോൾ ഇവർ രണ്ടാളും വെറുതെ നടക്കുക. അതാ പോത്ത് ഓടി നടക്കൂട്. ഇനി അപ്പോണ്ടിൽ വടി അതാ പോത്ത് തിരിക്കുന്നുണ്ട്. അതേ ഇറങ്ങി. അതാ പോത്ത് അതാ ഇറങ്ങി. അതാ പോത്ത് ഷോർട്ട് കട്ട് ഇറങ്ങി. നമ്മളെന്ത് ചെയ്യും? അത് സ്വത്തുണ്ട് ഗൈസ്. അപ്പോൾ പോത്ത് അതാ ഷോർട്ട് കട്ട് കയറിയിട്ടതാ നമ്മൾ. അത് അപ്പോൾ അതി ഇറങ്ങി. ഡേ ഞാൻ ചാടിയിട്ട് ഉണ്ണിഞ്ഞ് വാങ്ങിക്കാട്ടെ. നീ വെള്ളം ചാട്. ഡേ എന്നിട്ട് ഉണ്ണിനെ എടുത്ത് കൊടുക്കുക. അവർ രണ്ടാളും ചാടി വെള്ളം എൻ്റെ കൊടുക്കുക. വെള്ളം പിടിക്കില്ലേ? അപ്പോൾ നമുക്കും ചാടാല്ലേ. ഓഹോ നല്ല അവള് ചാട്ടെ. ഞാനും അമ്മേ ചാടി ഗൈസ് നമ്മൾ. അതാ പോത്തപ്പം വരെ നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. വ്യൂ നട്ടുപാടത്ത് പോത്ത് നടക്കണത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയുണ്ടല്ലേ ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ പോത്ത് ജീവിതം വ്ളോഗ് ഡെയിലി കാണാം കേട്ടോ. നമ്മൾ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സർപ്രൈസും കൂടെ നമ്മുടെ വ്ളോഗിൽ വരുന്നുണ്ട്. അപ്പോൾ വരും വീഡിയോസൊക്കെ സ്ഥിരം കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോത്ത് ജീവിതം മാറ്റി വേറൊരു ജീവിതവും കൂടെ ഇതിലിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വ്ളോഗ് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കും അറിയാം. നമ്മുടെ ഓരോരോ ഡെയിലി നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഷൂട്ട് തോന്നുന്നു അല്ലേ? കൈ വേദനിക്കുക. ഒരു കയ്യിൽ കവർ, ഒരു കയ്യിൽ ഫോണ്. നമ്മൾ തിന്നുമ്പോൾ കാണിച്ചു തരാം നമ്മളെന്ത്. പക്ഷേ ട്രൈപോഡ് എടുക്കായിരുന്നു അല്ലേ? അയ്യോ ശരിക്കും ഇവിടെ ചളിയാദ്യമോ കഴിഞ്ഞ ദിവസത്തെ പോലെ. അവളുടെ ചെരുപ്പ് കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാലേ ചെരുപ്പ് കിട്ടിയില്ലേ എന്നൊക്കെ. ആ അതാ അവിടെ അതുപോലത്തെ സ്ഥലം ഇത്. അപ്പോൾ ഇത് പിടിയപ്പോൾ കൈ വേദനിക്കണം. മിക്കൂസ് പിന്നെ ഷൂടാൻ തയ്യാറാണ് എപ്പോഴും ഗൈസ്. അമ്മ ഇതിൽ കൂടെ നടന്ന ഷൂടിൻ്റെ ഇടപ്പോത്ത് നടന്നതിൻ്റെ അടയാളമാണ്. ഇവരൊന്ന് ഷോർട്ട് കട്ട് കയറിയിട്ടൊക്കെയാണ് വന്നത്. അവർ ഉമ്മൻചൂടിൻ്റെ വഴിക്കാട്ടാണ് പോയത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഫണ്ണാണ് കേട്ടോ. നമുക്കിവിടെ വന്നാലും ഇവരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയിട്ടും കളിയാക്കിയിട്ടും അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. ഞങ്ങൾ പോത്ത് മേടിക്കുമ്പോൾ നമുക്കൊരുപാട് ആഗ്രഹം വെച്ചിട്ടൊക്കെ ആയിരിക്കും വാങ്ങിക്കുക. ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നുണ്ട്. പോത്തിപ്പോൾ കൊടുക്കണ്ട, ഒരു കൊല്ലം കൂടെ നിർത്ത്. പിന്നെ ചിലവർ പറയും അപ്പോൾ സൈസായല്ലോ കൊടുക്കാമല്ലോ എന്നൊക്കെ പറയും കേട്ടോ. നമ്മളുടെ താല്പര്യമാണ്. നമ്മൾ വളർത്തിയിട്ട് നമുക്ക് എപ്പോഴാണോ കൊടുത്ത് മാറ്റാൻ തോന്നുന്നത് അതുപോലെ ഇതാക്കുക. നമ്മളെന്തായാലും പോത്തിന് കൊടുത്തു കഴിഞ്ഞാലും വേറെ പോത്തോ പശു എന്തായാലും മേടിച്ചിരിക്കണ്ട ഗൈസ്. അപ്പോൾ പോത്ത് ഇങ്ങനെ മേയുന്നുണ്ട്. പോത്ത് മേയുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവർ നല്ല കുറവുന്നായി കേട്ടോ.
വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ബ്ലാക്കി ആയിട്ടുണ്ട്. അതിൻ്റെ സീക്രട്ട് എന്താ പറഞ്ഞാൽ ഒരു കൂടുതൽ ചളിയിലൊക്കെ കിടന്നിട്ട് തന്നെയാണ്. അപ്പോൾ വേണ്ട നമ്മൾ പട്ടാളംസ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാലോ എൻ്റെ വരുമ്പോൾ? കവറും കൊണ്ടൊക്കെയാണ് നടക്കണം ഞങ്ങൾ. ഇവരിനെ ഒരവിടെ നമ്മൾ സൈഡിലാക്കി വെക്കണം. കാരണം ഇവിടെ വേണ്ട പഞ്ചിയും പാടമാണ്. അപ്പോൾ നമ്മൾ എന്താണ് പഞ്ചിയും പാടത്തിന് ഇവിടെ വന്നതിന് ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഓടിച്ചു വിടാമല്ലോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് എൻഡിൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവർ നേരെ പഞ്ചിയിൽ വന്ന് ഇറങ്ങി പിന്നെ ഒരു രക്ഷയില്ല, പഞ്ച തിന്നും. അപ്പോൾ നമ്മൾ അതിനെ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചിയും പാടത്തേക്ക് ഇറക്കാണ്ട് മാക്സിമം ആ പഞ്ചിയും പാടത്തിൻ്റെ അവിടെ തന്നെ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു പാടത്ത് മാത്രമേ പഞ്ചി ഇട്ടുള്ളൂ. ബാക്കിയുള്ള ആ വെള്ള കാണണ്ട, ആ വെള്ള പറക്കണ ഇവിടെയൊക്കെ പഞ്ചിയാണ് കേട്ടോ. അങ്ങനെ കുത്തി വെച്ചിട്ടുള്ള ഇവിടെയൊക്കെ പഞ്ചിയും പാടമാണ്. അതറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു പന്നിയൊക്കെ വരും, പന്നി ശല്യമുണ്ട്. അപ്പോൾ പന്നിയൊക്കെ വരാണ്ടിരിക്കാനാണ് കേട്ടത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവരിപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കേണ്ടത്. ആ പോത്ത് അവിടെ ഇങ്ങനെ മെയിനുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ട് എന്താ കഴിക്കാൻ പോകണമെന്ന് കാണിച്ചു തരാം. നമ്മുടെ മുമ്പത്തെ പോത്ത് ജീവിതം വ്ളോഗ് കാണുന്നവർക്ക് അറിയാം കേട്ടോ. നമ്മളിതുപോലെ വരുമ്പോഴത്തെ അപ്പോൾ എടുക്ക്. മിക്കൂസിന് സ്പെഷ്യലായിട്ട് മുട്ട പുഴുങ്ങിയത് വാങ്ങിക്കും കേട്ടോ. അവന് മിക്കൂസിന് നമ്മൾ ബജ്ജി അങ്ങനെയുള്ള സാധനം എണ്ണക്കടികളൊന്നും കൊടുക്കാത്തത് കൊണ്ട് മിക്കൂസിന് നമ്മൾ എഗ്ഗാണ് കൊടുക്കുക കേട്ടോ. പിന്നെ അവന് യെല്ലോ പോർഷൻ കഴിക്കാറുമില്ല. ഇതാ പോത്ത് വരുന്നുണ്ട്, കൊടുത്താലും അവൻ കഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എടുക്കുക ഗൈസോ. അതാ നല്ല ചൂടുള്ള മുട്ട ബജ്ജി സ്പെഷ്യലാണ്. ഈ മുട്ട ബജ്ജി ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ ഈ മുട്ട ബജ്ജിനെയും കാട്ടി ഫേമസ് എന്താ അറിയോ? ഇതാ ഇതിൽ ചമ്മന്തി, ഒരു രക്ഷയില്ലാത്ത അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. പലരും വരുന്നവരൊക്കെ മെസ്സേജ് അയക്കും, നമ്മൾ ഈ സ്പോട്ട് പറഞ്ഞുതരാം. അടിപൊളിയാണ് കേട്ടോ. അത് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ എനിക്ക് വയൽ വെള്ളം. പിന്നെ അപ്പോൾ അവർക്ക് കൊടുക്കും. സ്വത്ത് തൊടണ്ട, സ്വത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്ക്. അതാ നമ്മളിത് അവിടെ ഇരുന്നിട്ട് ബജ്ജി കഴിക്കുക. അതാ പോത്തുകൾ കേട്ടാ. മുളക് ചമ്മന്തി ഗൈസ് കണ്ടോ, കട്ട മുളകാണ്. ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മെയിനായിട്ട് മുട്ട ബജ്ജി വാങ്ങിക്കുന്നത്. മിക്കിൻ്റെ എഗ്ഗും ഒരടി കൊടുക്കുക, അതിനെ കൊടുക്കണം. അവന് ഇത്തിരി നടക്കൽ കൂടുതലാണ്. ഗൈസ് അടിപൊളി, നല്ല എരിവിൽ മുക്കി തരുന്നുണ്ട്. വെള്ളം കുടിക്കാം ഗൈസ്. നമുക്ക് നല്ല തണുത്ത വെള്ളം. അന്തസ് നല്ല തണുപ്പില്ലേ. നല്ല ദോശയോ ഇഡലിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഇരിക്കില്ലേ ഈ ചമ്മന്തി. അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അവിടുത്തെ ചമ്മന്തി ഭയങ്കര ഫേമസാണ്. നമ്മുടെ പോത്തപ്പന്മാർ അതാ മെയിൻ്റെ നമ്മളിത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു മീൻ വയറെന്ന് അറിയട്ടെ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അടുത്തത് മാങ്ങ മുരുക്ക് എന്നിട്ട് വരുമ്പത്തിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ ശരിക്കും പോത്തും വയ്ക്കാൻ വരികയാണോ തിന്നാൻ വേണ്ടി വരികയാണോ ഗൈസ്? അതാ നമ്മൾ പോത്തിന് മാത്രം നിന്ന് വയറ് നിറച്ചാൽ മതി. ഞങ്ങൾ എന്തിന് മെയിന് വയറ് നിറയ്ക്കാൻ വന്നാണ്. അപ്പം എല്ലാവരും മുരുക്ക് തിന്നാണ്. മിക്കെന്താ കഴിക്കണ? മുക്കിക്കോ പോത്തുതാ. അപ്പം ഇന്നലെ മെയിൻ ആ സ്ഥലത്തേക്ക് ഇന്നും അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവർ നമ്മളും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് കാണിച്ചരാ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. നമ്മുടെ പോത്തുകളതാ മെയിനായിട്ട് ഫ്രണ്ടിൽ പോകണം. നല്ല രസമില്ലേ കാണാൻ സൂര്യനെ? അല്ല സൂര്യാസ്തമയത്തിൻ്റെ അല്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ്. നെക്സ്റ്റ് നല്ല വീഡിയോ.